ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ചൈനീസ് ഡിഷ് ചെയ്യാം, അതായത് ചിക്കൻ ചൗമീൻ. നമുക്കെല്ലാവർക്കും അറിയാം ചൈനക്കാരുടെ സ്റ്റേബിൾ ഫുഡാണ് നൂഡിൽസ് എന്നുള്ളത്. അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റായിട്ട്, ലഞ്ചായിട്ടും, ഡിന്നറായിട്ടും, പിന്നെ ഈവൻ മിഡ് നൈറ്റ് സ്നാക്സ് ആയിട്ടും ഇവർ ഇത് നൂഡിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾക്കും ലഞ്ചായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് സ്പെഷ്യലായിട്ട് നമുക്കിത് ഉണ്ടാക്കാം. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ നല്ലൊരു സ്നാക്സായിട്ട് കൊടുത്തു വിടാം. അപ്പം ഇതെങ്ങനെയാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഡിഷാണിത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളെ കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ചിക്കന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാംസ് ഓഫ് സ്ട്രൈപ്പായിട്ട് കട്ട് ചെയ്ത ചിക്കൻ പീസസ് ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു 1 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിക്കാം. 1 ടേബിൾ സ്പൂണ് ഡാർക്ക് സോയാ സോസ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗാർലിക് പൗഡർ. ഈ ഗാർലിക് പൗഡർ കയ്യിലില്ല എങ്കിൽ വെളുത്തുള്ളി നന്നായിട്ട് ക്രഷ് ചെയ്ത് ചതച്ചെടുത്ത് ഫ്രഷ് ആയിട്ടുള്ളത് യൂസ് ചെയ്താലും മതി. ഒരു 1 ടീസ്പൂൺ സോൾട്ട്, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇതെല്ലാം കൂടെ ചേർത്ത് ഈ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ്സ് ടൈം നമുക്കുണ്ടെങ്കിൽ അത്രയും മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒന്നിൽ റൂം ടെമ്പറേച്ചറിൽ വെക്കാം, അതല്ല എങ്കിൽ 10 to 15 മിനിറ്റ്സ് റെഫ്രിജറേറ്റർ ചെയ്ത് വെക്കുക. മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച ആ ടൈം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതൊന്ന് നമുക്ക് നൂഡിൽസ് കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ വെള്ളം നല്ലതായിട്ട് ബോയിലായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 ടീസ്പൂൺ സോൾട്ട് ഇട്ടു, 2 ടീസ്പൂണ് സെസമി ഓയിൽ, നല്ലെണ്ണ. അതിലേക്ക് ഒരു ഞാൻ ഈ വെജ് ഹക്ക നൂഡിൽസാണ് എടുത്തേക്കുന്നത്. ഞാൻ 2 പാക്കറ്റ്സ് വെച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം പാത്രത്തിനകത്ത് എടുത്തിട്ട് കുക്ക് ചെയ്യുക. ഇത് ഒരു 6 to 7 മിനിറ്റ്സ്, ഒത്തിരി ഓവർ കുക്കായി പോകല്ലേ. അപ്പോൾ അതിൻ്റെ ആ ടെക്സ്ചർ വേറെ രീതിയിലാവും. അതുകൊണ്ട് മിനിമം, അതായത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക. ഒരു 5 to 6 മിനിറ്റ്സ്. ഇപ്പം ഞാനിവിടെ ഒരു 7 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അത് ഉടൻ തന്നെ ടാപ്പ് വാട്ടർ അതിലേക്ക് ഒഴിക്കണം. ഇപ്പം ഇവിടെ ഞാൻ 7 മിനിറ്റ്സ് എടുക്കുന്നത് കണ്ട് നിങ്ങൾ ചിലതിനകത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് പ്രകാരം നൂഡിൽസ് കുക്ക് ചെയ്ത് 5 to 7 ഓക്കെ. ഇനി ഞാൻ സ്ട്രെയിൻ ചെയ്യട്ടെ. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ അടുത്ത കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് വെജിറ്റബിൾ നമുക്ക് കട്ട് ചെയ്യണം. പിന്നെ ഒരു സോസ് മിക്സർ ഉണ്ടാക്കണം. അത് നമുക്ക് ചെയ്യാം.
ഇനി നമുക്ക് സോയാ സോസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. സോസ് മിക്സർ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ്, 2 ടേബിൾ സ്പൂൺ സ്വീറ്റ് ചില്ലി സോസ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ സ്വീറ്റ് ചില്ലി സോസ് ഇല്ല എങ്കിൽ ചില്ലി സോസും ഈ സെയിം അളവിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും അതേപോലെ തന്നെ അതിനോടൊപ്പം ഒരു 2 ടേബിൾ സ്പൂണ് ഷുഗർ കൂടെ ആഡ് ചെയ്താൽ മതി. അതില്ല, ഈ സ്വീറ്റ് ചില്ലി സോസ് ഇല്ല എങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗർ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ നല്ലെണ്ണ സെസമിൻ ഓയിൽ, 1 ടീസ്പൂണ് കോൺഫ്ലോർ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് സോയാ സോസ് മിക്സർ കിട്ടിയിരിക്കുന്നു. ഇനി ഇതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3/4 കപ്പ് ക്യാബേജ് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തതാണ്. അതുപോലെ ഒരു 3/4 കപ്പ് അല്ലെ ഹാഫ് ആയാലും ഓക്കെയാണ് ക്യാരറ്റ് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത്. അതുപോലെ ക്യാപ്സിക്കം ഞാൻ ഇവിടെ കാൽ കപ്പ് വെച്ച് 3 കളേഴ്സിലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ തിന്നായിട്ട് കട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് തിന്നാണ്ട സ്ക്വയർ വേണേലും നമുക്ക് യൂസ് ചെയ്യാം, സ്ക്വയർ കട്ടായിട്ടും നമുക്ക് ചെയ്യാം. ഇത് വന്ന് ഇത് രണ്ടും റെഡും യെല്ലോയും പെപ്പർ ഇതില്ല എങ്കിൽ നമുക്ക് ഗ്രീൻ തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഒരു 1 അനിയൻ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തത്, ഒരു 6 ഗാർലിക്സ് 6 പോഡ് എടുത്തിട്ടുണ്ട്, 6 എണ്ണ എടുത്തിട്ടുണ്ട്. അത് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഒരു 1/4 കപ്പ് ബീൻസ്. നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ട് മഷ്റൂമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചേർത്താൽ വളരെ നല്ലതാണ്, വളരെ ഹെൽത്തി റിച്ചായിട്ട് നമുക്കിത് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ നിങ്ങൾ ചൂസ് ചെയ്ത് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ഒരു ഗ്രീൻ ചില്ലി വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് സ്പ്രിങ് അനിയൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഉള്ളിത്തണ്ട് കുറച്ച്. ഇനിയും ഒരു പാത്രം അടുപ്പിൽ വെക്കുക. അതിനുശേഷം ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഒന്നില കോൺ ഓയിൽ അല്ല റൈസ് ബ്രാൻ ഓയിൽ എന്താണ് കയ്യിലുള്ളത് യൂസ് ചെയ്യുക. അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായ ചിക്കന് നമുക്കിടാം. ഈ ചിക്കന് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ കുക്ക് ചെയ്യുക. ഇത് ചിക്കന് കുക്കായിട്ടുണ്ട്, അത് നമുക്ക് മാറ്റാം. ആ സെയിം പാത്രത്തിൽ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായ ശേഷം ആദ്യം വെളുത്തുള്ളി ഗാർലിക് കട്ട് ചെയ്തത് ഇടുന്നു.
ഒരു ചെറുതായിട്ട് കളറൊന്ന് ചേഞ്ച് ചെയ്യാം. അതിലേക്ക് അനിയൻ തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് എന്നിട്ട് രണ്ടും കൂടെ ഒരു 2 മിനിറ്റ്സ് വഴറ്റും. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തായ ക്യാരറ്റ് ഇടുക. അഗെയിൻ ഒരു 2 മിനിറ്റ്സ്. ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത ബീൻസ് അതും ഒരു 2 മിനിറ്റ്സ്. അത് നമുക്ക് ക്യാബേജ് ഇടാം. അതും ഒരു 2 മിനിറ്റ്സ്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ക്യാപ്സിക്കം, ബെൽ പെപ്പർ ഇടുന്നത്, അതും ഒരു 2 മിനിറ്റ്സ്. അതോടൊപ്പം തന്നെ ഞാനൊരു പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് സ്ലൈസായിട്ട് തിൻ സ്ലൈസായിട്ട് ചെയ്തതോടെ ഇതോടൊപ്പം ആഡ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് സ്പ്രിങ് അനിയൻ 3 ടേബിൾ സ്പൂൺ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ളതായ ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒരു 2 മിനിറ്റ്സ് ഒന്ന് വഴറ്റുക. ഉപ്പ് ഇട്ട് ഇത് നമ്മൾ ഇപ്പോൾ വെജിറ്റബിൾ എല്ലാം ഒരുവിധം ഇതായിട്ടുണ്ട്. ഒത്തിരി കുക്കാക്കല്ലേ, ഇത് നമുക്ക് ഇടയ്ക്ക് ഒരു ബൈറ്റ് വരുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഇത് നമ്മൾ ഓരോന്നും സോട്ടേ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ സോസ് മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് ഇതിലേക്ക് ഒഴിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഫ്ലെയിം എപ്പോഴും മീഡിയത്തേക്കാട്ട് അല്പം കൂടെ കൂടുതലായിട്ട് വേണം ഫ്ലെയിം. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ളതായ നൂഡിൽസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. പതുക്കെ ഇത് നന്നായിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇത് ഓൾമോസ്റ്റ് എല്ലായിടും നന്നായിട്ട് ഈ നൂഡിൽസും എല്ലാം കമ്പൈൻ നല്ലതായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ച ചിക്കനൂടെ ആഡ് ചെയ്യാം. ചിക്കൻ നമുക്ക് ഇതുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനെല്ലാം ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒതൻറ്റിക് ചൗമീൻ റെഡിയായി. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യണം, വളരെ ടേസ്റ്റിയാണ്. ഇവിടെ ചിക്കൻ ചൗമീൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ഈ വെജിറ്റബിൾസും ചിക്കൻ കട്ട് ചെയ്തും ചിക്കൻ മാരിനേറ്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഇച്ചിരി പ്രയാസമായിട്ട് നെക്സ്റ്റ് ടൈം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്യണം. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്, എങ്ങനെയുണ്ടായിരുന്നു, അതിൻ്റെ എക്സ്പീരിയൻസ് എന്നോടൊന്ന് ഷെയർ ചെയ്താൽ വളരെ നല്ലതായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.